33-ാമത്തെ ദിവസം ഇന്ന് കൊടകരയിൽ സമരാഗ്നി ജ്വലിക്കുകയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 350 കോടി രൂപ നൽകി വികസിപ്പിക്കുമ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ 10 കോടി രൂപ നൽകി വികസിപ്പിക്കുകയാണ്. എന്നാൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനും നമ്മളെല്ലാം ആശ്രയിക്കുന്ന ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് ഒരു വികസനത്തിനും ഈ സർക്കാർ മുന്നോട്ട് നിൽക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയിൽ ഈ ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് എല്ലാ മേഖലയിലും ഇങ്ങനെ സമരാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി കൊടകരയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കുന്ന എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമരാഗ്നി ജ്വലിപ്പിക്കുന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു പേരായിരുന്നു ഇരിങ്ങാലക്കുട. ആ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വികസനങ്ങൾ നടക്കുന്നു, വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ രീതിയിലാണ് അമൃത് പദ്ധതി നടപ്പിലാക്കുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ ഫലമായി കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള കാര്യമായ വികസനങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള വികസനങ്ങൾ പോലും നിലവിലുള്ള പദ്ധതികൾ പോലും അട്ടിമറിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരമുഖത്ത് നമുക്ക് എത്തിച്ചേരേണ്ടി വന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വെറും വണ്ടികൾ നിർത്തുന്നതും വണ്ടികൾ പോകുന്നതുമല്ല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിനോട് അനുബന്ധമായി ഒട്ടേറെ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. നമുക്കറിയാം, ഗുഡ്സ് ഷെഡ് നിർത്തലാക്കിയത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ കാലിത്തീറ്റ കമ്പനി. ആ കാലിത്തീറ്റ കമ്പനി മാത്രമല്ല, ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുള്ള മറ്റൊരു സ്വകാര്യ കാലിത്തീറ്റ നിർമ്മാണ കമ്പനിയാണ് KS എന്ന് പറയുന്നത്. അതും ഈ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെയുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് ഷെഡിന്റെ അനിവാര്യത, ആവശ്യകത വളരെ വലുതാണ്. അപ്പൊ ഇങ്ങനെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തെ ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. ഒരു റെയിൽവേ സ്റ്റേഷന് വേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ പോലും ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദീർഘദൂര സർവീസുകൾ, ആ ദീർഘദൂര സർവീസുകൾക്ക് ഒന്നിനും തന്നെ ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പില്ല എന്നുള്ളതാണ് നമുക്ക് വലിയ ആശങ്കയുണർത്തുന്നത്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനമില്ലായ്മയിലൂടെ നമ്മൾ പൊതുസമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ സമര പരിപാടികളുമായി, ശക്തമായ ബോധവൽക്കരണ നടപടികളുമായി നമ്മുടെ ഈ വികസന സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർഗീസ് തൊടുപറമ്പിലിനെ പോലെയുള്ള, നമുക്കറിയാം, വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ സൂചിപ്പിച്ചു പുതിയ തലമുറയുടെ കാര്യങ്ങളെക്കുറിച്ച്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം ആളുകളും എന്ന് പറയുന്ന പ്രായമായവരാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ അതിലൊക്കെ ചാടി വീഴുകയും ഒരുപാട് പീഡനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു തലമുറയുടെ ഭാഗമാണ് നമ്മളൊക്കെ തന്നെ. പക്ഷേ ഇന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ അതിന് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യാനോ കഴിയുന്ന രീതിയിലേക്ക് പുതുതലമുറ കടന്നു വരുന്നില്ല. ഈ സമരത്തിന്, ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി, റെയിൽവേ സ്റ്റേഷന്റെ നിലനിൽപ്പിന് വേണ്ടി, റെയിൽവേ സ്റ്റേഷന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം, ആ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വരുംകാലങ്ങളിൽ നടത്തുന്ന ഈ സമരങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള മുഴുവൻ, അത് ആളുകൊണ്ടായാലും മറ്റേത് രീതിയിലാണോ സഹായം, ആ സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കഴിഞ്ഞ 33 ദിവസമായി ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി നിരന്തരമായ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകിട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കല്യാറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ. ഈ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക്
തെക്കോട്ടും വടക്കോട്ടും കയറി പോകുന്നതിനുള്ള ഒരു താവളമാണ് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ. ആ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ വരുന്ന നിരവധി യാത്രക്കാർ, ആയിരക്കണക്കിന് യാത്രക്കാർ രാവിലെ ഏതാണ്ട് 4 മണി മുതൽ വൈകിട്ട് 12-1 മണി വരെ നിരന്തരമായി അവിടെ യാത്രക്കാർ വന്നു പോകുന്നു. ആ യാത്രക്കാർക്ക് സുഗമമായി ഒന്ന് ഇരിക്കുവാനോ സുഗമമായി മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുവാനോ ആ പ്ലാറ്റ്ഫോമുകളിൽ എത്തുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കാനോ ഉള്ള ഒരു സൗകര്യവും ആ റെയിൽവേ സ്റ്റേഷനിലില്ല. മാറി മാറി വരുന്നവരെല്ലാം, ഭരണകർത്താക്കളെല്ലാം പറയുന്നത് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്ത് ചെയ്തു എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ടാകണം. സമഗ്രമായ അവിടുത്തെ വന്നു പോകുന്ന അവിടുത്തെ യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള ഒരു സാഹചര്യം ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് രാജിവെക്കണമെന്നോ സംസ്ഥാന ഗവൺമെൻറ് രാജിവെക്കണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ആ മഹത്തായ ആ സ്ഥാപനം അത് വളരണം, വളർത്തണം. അതിനാവശ്യമായ നടപടികൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനുവേണ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ 33 ദിവസമായി ഈ റെയിൽവേ വികസന സമിതി നടത്തിവരുന്ന സമരത്തിന് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കുന്ന മുഴുവൻ യാത്രക്കാരുടെയും ഈ നാട്ടുകാരുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങൾ ഈ സമരസമിതിക്ക് ഉണ്ടാകണം. ഈ സമരസമിതിയുടെ സമരങ്ങളിൽ, ജനപക്ഷത്തു നിന്നുള്ള സമരങ്ങളിൽ നിങ്ങളുടെ മുഴുവൻ സാന്നിധ്യവും നിങ്ങളുടെ മുഴുവൻ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും പല സ്ഥലങ്ങളിലും ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളിൽ, സെൻറ്ററുകളിൽ, ടൗണുകളിൽ, കവലകളിലൊക്കെ ഈ സമരാഗ്നി ഞങ്ങൾ കത്തിച്ചുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് സകലവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ പൂർണ്ണമായ വികസനം എന്ന് വരുന്നോ അന്നാണ് ഈ സമരം നിർത്തുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമരാഗ്നി പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. സമരജ്വാല സിന്ദാബാദ്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ അവഗണിച്ച് അടച്ചുപൂട്ടാൻ തന്ത്രമൊരുക്കും അധികാരികളെ. ഇല്ല, നിങ്ങൾക്കാവില്ലെന്ന് ഞങ്ങൾ ഉറക്കെ പറയുന്നു. വികസന സമരം സിന്ദാബാദ്. വണ്ടികൾ 5ഉം പോയി. അമൃത പദ്ധതി കാറ്റിൽ പോയി. ഗുഡ്സ് ഷെഡ് ഇല്ലാതായി. കണ്ണുമടച്ച് കാതുമടച്ച് വാലിചുരുട്ടി നടന്നവരെ നിങ്ങൾക്കെതിരെ വിളിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. ഞങ്ങൾ ഈ നാടിന്റെ നേരവകാശികൾ, ജനാധിപത്യത്തിൽ നാട് ഭരിക്കുന്നവർ, ഈ നാടിന്റെ പരമാധികാരികൾ ഭരണാധികാരികളോട് കൽപ്പിക്കുന്നു, ഉദ്യോഗസ്ഥരോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളുടെ തീവണ്ടി യാത്രയ്ക്ക് ഞങ്ങൾ ആശ്രയിക്കുന്ന ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ പ്രധാന വണ്ടികൾക്കും സ്റ്റോപ്പേജ് അനുവദിക്കണം. 2 പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ഇത് ജനങ്ങളുടെ താക്കീതാണ്. ഇത് ജനങ്ങളുടെ കൽപ്പനയാണ്. അവഗണനയ്ക്കെതിരെ അന്ത്യം വരെയും ഞങ്ങൾ പോരാടും. വികസന സമരം സിന്ദാബാദ്.